ഈ തകർന്നടിഞ്ഞ നിലയിൽ കാണുന്ന കെട്ടിടം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റുഡന്റ് ഹോസ്റ്റലുകളിൽ ഒന്നായിരിക്കും. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് ഈ മുറികളില് ചൈന, ടിബറ്റ്, മ്യാൻമാർ, കംബോഡിയ, ജപ്പാൻ, കൊറിയ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ താമസിച്ചു പഠിച്ചിരുന്നു. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി അഥവാ സർവകലാശാലകളിൽ ഒന്ന് നാളന്ദ. ഒരു കാലത്ത് ഏകദേശം 10,000-ഓളം വിദ്യാർത്ഥികളും 2,000-ഓളം അധ്യാപകരും ഉണ്ടായിരുന്ന ഈ സർവകലാശാലയുടെ വെറും 10% മാത്രമേ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളൂ. ബാക്കി 90% ഇന്നും ഭൂമിക്കടിയിലാണ്. 5-ാം നൂറ്റാണ്ടിൽ കുമാരഗുപ്തന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട നളന്ദ 700 വർഷങ്ങളോളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. 12-ാം നൂറ്റാണ്ടോടെ ഡൽഹി സുൽത്താൻമാരുടെ പട്ടാള മേധാവിയായിരുന്ന ബക്തിയാർ ഖിൽജി തീയിട്ടതോടെയാണ് നളന്ദയുടെ കഷ്ടകാലം തുടങ്ങിയത്. അന്നുണ്ടായ നാശനഷ്ടങ്ങളിൽ എടുത്തു പറയേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥശാലകളിൽ ഒന്നായ ധർമ്മഗഞ്ച നശിക്കപ്പെട്ടു എന്നുള്ളതാണ്. ബക്തിയാർ അലി തീയിട്ട ശേഷം 3 മാസത്തോളം ആ ഗ്രന്ഥശാല കത്തി എരിഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 3 മാസം നിർത്താതെ കത്തണമെങ്കിൽ എത്രമാത്രം താളിയോലകൾ അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നും ആ ഗ്രന്ഥശാല മണ്ണിനടിയിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഉത്ഖനനത്തിലൂടെ ആകെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ചില ബുദ്ധക്ഷേത്രങ്ങളും നേരത്തെ പറഞ്ഞ കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളുമാണ്. മണ്ണിനടിയിൽ ഇന്നും ഉറങ്ങിക്കിടക്കുന്ന നളന്ദയുടെ ചരിത്രം ഖനനം ചെയ്യുക എന്നത് എളുപ്പമുള്ള പണിയല്ല. കാരണം നളന്ന് നിന്നിരുന്ന 16 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇന്ന് കൃഷിഭൂമിയും ആവാസ കേന്ദ്രങ്ങളുമാണ്. ഈ സ്ഥലം ഖനനം ചെയ്യുക എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി ഇവിടെ താമസിച്ചു പോരുന്ന ഈ പാവങ്ങളുടെ വയറ്റ് തടിക്കുന്നതിന് തുല്യമായ കാര്യമാണ്. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് പറ്റുന്ന ഒരു പരിഹാരം സർക്കാരിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നളന്ദ എന്ന വിശ്വ സർവകലാശാല മണ്ണിനടിയിൽ ഉറങ്ങുക തന്നെ ചെയ്യും.